വെട്ടിത്തിളച്ച ചായ കുടിക്കണോ? പുത്തൂർ വയലിലെ സിദ്ദിഖാൻ്റെ കടയിലേക്ക് വരൂ. നിങ്ങൾക്ക് തോന്നും നമ്മളൊക്കെ കുടിക്കുന്നത് തിളപ്പിക്കാത്ത ചായയാണോ എന്ന്. അതിനുള്ള മറുപടി ഈ ദൃശ്യങ്ങളാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രീതിയാണ് ഇവർ ഇപ്പോഴും പിന്തുടരുന്നത്. കാലം എത്രയോ മാറി. ഗ്യാസ് അടുപ്പിലേക്കും ഇൻഡക്ഷൻ കുക്കറിലേക്കുമൊന്നും ഇവർ മാറിയിട്ടില്ല. വിറക് കത്തിച്ച് കരിയുണ്ടാക്കി ആ കരിക്ക് തീപിടിപ്പിച്ചാണ് ചായ തയ്യാറാക്കുന്നത്. പാല് തിളപ്പിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. പാലിൻ്റെ ഗുണമേന്മയൊന്നും നഷ്ടപ്പെടാതെ വെള്ളം തിളപ്പിച്ച് വെള്ളത്തിന് നടുവിലായി വയ്ക്കുന്ന പാത്രത്തിലാണ് തിളപ്പിച്ചെടുക്കുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇത്തരം സമാവറുകൾ ഇന്ന് കാണാനേയില്ല. ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ചായ കുടിച്ചാലുണ്ടല്ലോ, അതൊരു അനുഭവം തന്നെയാണ്. ഒരു സമാവർ ചായയാണ്. അത് ഇവിടെ ഇപ്പോൾ നമ്മളെവിടെയും കുടിച്ചിട്ടില്ല ഇപ്പം അടുത്തൊന്നും. അത് രാവിലെ ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് വരിക, ഒന്ന് നടന്ന് തിരിച്ച് വന്നതിൻ്റെ ശേഷം അവിടെ പോയിട്ട് ഒരു ചായയും ആ ഒരു പൊറാട്ടയും, അതാണ് ഞങ്ങളൊരു ഇത്. അത് കഴിച്ച് വന്ന് അതിന് ആസ്വദിച്ച് ഇങ്ങനെ ഞങ്ങൾ തിരിച്ച് വരില്ലാണ് എല്ലാ ദിവസവും. രാവിലെ സിദ്ദിഖാൻ്റെ ഒരു ചായ കുടിച്ചാൽ ഡബിൾ ഉന്മേഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെയാണ് ഇവിടെ കച്ചവടം. പുട്ടും പപ്പടവും മുട്ടപ്പവും പരിപ്പുവടയും ഉള്ളിവടയുമൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അതിരാവിലെ തന്നെ പരിപ്പുവട ഇവിടെ കിട്ടും. ഇത്രയും രാവിലെ പരിപ്പുവട കിട്ടുന്ന സ്ഥലം വിരളമായിരിക്കും. സിദ്ദിഖാൻ്റെ കടയിലെ പൊറോട്ടയാണ് മറ്റൊരു താരം. വീശി അടിച്ചെടുക്കുന്ന പൊറോട്ട ഉണ്ടല്ലോ, അത് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ രുചി അറിയൂ. വയനാട് കാണാനെത്തുന്ന ആളുകളൊക്കെ രാവിലെ ഒന്ന് ചൂടാക്കുന്നതിന് ഇങ്ങോട്ട് വരാം. കൽപ്പറ്റ മേപ്പാടി റോഡിൽ പുത്തൂർ വയൽ മാങ്ങ വയലിലാണ് സിദ്ദിഖാൻ്റെ കടയുള്ളത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ കടയിൽ വന്ന് ഒരു ചായ കുടിച്ചാൽ ഒരാൾ പോലും മോശം പറയില്ല. 10 രൂപയ്ക്ക് ഗ്ലാസ് നിറയെ കിഡിലൻ ചായ. കടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കൊരു ഓർമ്മ വെച്ച സമയമുണ്ടല്ലോ, അന്ന് മുതൽ നമ്മൾ ഉപ്പാൻ്റെയൊക്കെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ ആ കാലം മുതൽ നമുക്കറിയുന്നതാണ്. ഇവിടെ ഒരു ഏന്തിയും കാക്ക എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ഭയങ്കര ഐറ്റമൊക്കെ ഉള്ള ഒരാളാണ്. ആ കാലം മുതലേ നമുക്ക് അറിയുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പര അന്നും ഇന്നും ആ ഒരു ചിട്ടയോട് കൂടി പോകുന്ന ഒരു ആളാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരടുത്ത് അന്ന് പോയി നമ്മളൊരു ചായ കുടിച്ചതിൻ്റെ ആ ഒരു രുചി ഇന്നും നാവിൽ ഊറും. ഇപ്പോൾ ഒരു ചായ കുടിച്ചാലും അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാണ്ട് ഇടയ്ക്കൊരു ചായ പിന്നെ മറ്റൊരു സമയത്ത് വേറൊരു ചായ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇവിടെ പഴയ ഒരു കടയാണ്. ഒരുവിധം അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്. പഴയ ആൾക്കാരാണ്.